ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 6ാമത്തെ ദശകം നോക്കാം. 6ാമത്തെ ദശകം വിരാട് സ്വരൂപ വർണ്ണനം. 1ാമത്തെ ശ്ലോകം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി. പാദോർധ്വദേശമവിദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. പദം കുറിച്ച് പറയാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി. പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ഹേ ഈശ ഗുരുവായൂരപ്പ, ഏവം ഇപ്രകാരം ചതുർദശ ജഗന്മയതാം ഗതസ്യ 14 ലോകങ്ങളായിട്ടിരിക്കുന്ന ജഗത്തിൻ്റെ സ്വരൂപത്തെ പ്രാപിച്ച തവ അങ്ങയുടെ പാദതലം ഉള്ളംകാലിനെ പാതാളം വദന്തി പാതാളമെന്ന് പറയുന്നു. ഹേ ദേവ ഭഗവാനെ, തേ അങ്ങയുടെ പാദ ഊർധ്വദേശം പുറവടി എന്ന് പറയുമ്പോൾ പാദത്തിൻ്റെ മുകൾ ഭാഗം, അത് രസാതലമാകുന്നു. ഹേ അദ്ഭുതാത്മൻ ഗുരുവായൂരപ്പ, ഗുൽഭദ്വയം 2 നെരിയാണികൾ മഹാതലം ഖലു മഹാതലവും ആണല്ലോ. 14 ലോകങ്ങൾ ഭഗവാന്റെ വിരാട് സ്വരൂപമാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം, എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം ഭഗവത് സ്വരൂപമാണ് എന്ന് പറയാണ്. 14 ലോകങ്ങളായിട്ടിരിക്കുന്ന ജഗത്തിൻ്റെ സ്വരൂപത്തെ പ്രാപിച്ച ഭഗവാന്റെ 14 ലോകങ്ങൾ എന്ന് പറയുമ്പോൾ അധോലോകങ്ങൾ 7, ഊർധ്വലോകങ്ങൾ 7. അതിലെ ഏറ്റവും താഴെ പാതാളം, അതിനു മുകളിലായിട്ട് രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം, അങ്ങനെ 7 അധോലോകങ്ങൾ. ഇനി ഊർധ്വലോകങ്ങൾ, ഭൂലോകം, അതിനു മുകളിലായിട്ട് ഭൂവർലോകം, അതിനു മുകളിലെ സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഈ 14 ലോകങ്ങളും ഭഗവാന്റെ അവയവങ്ങളാണ്. അധോലോകങ്ങൾ എന്നറിയപ്പെടുന്ന ഏറ്റവും താഴെ നിന്ന് തുടങ്ങി ക്രമത്തിൽ മുകളിലേക്ക് സ്ഥിതി ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ഉള്ളം കാലിനെ പാതാളം എന്ന് പറയുന്നു. പുറവടിയെ രസാതലമെന്നും പറയുന്നു. 2 നെരിയാണികൾ മഹാതലവും ആകുന്നു. ഇനി 2ാമത്തെ ശ്ലോകം. ജംഘേ തലാതലമധോ സുതലം ച ജാനു. കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ. ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർവക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണേ. പദം മുറിച്ച് പറയാം. ജംഘേ തലാതലമധോ സുതലം ച ജാനു. കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ. ക്ഷോണീതലം ജഘനം അംബരമംഗ നാഭിഃ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണേ. ഹേ അംഗ ചക്രപാണേ, ചക്രപാണിയായ ചക്രം കയ്യിൽ ധരിച്ച ഭഗവാനെ, തവ ജംഘേ അങ്ങയുടെ 2 കാൽവണ്ണകളെ, തലാതലമെന്നും ജാനു കാൽമുട്ടുകൾ, സുതലമെന്നും, ഊരുഭാഗയുഗളം 2 തുടകൾ, വിതലം അതലം എന്നിങ്ങനെ 2 എന്ന് പറയുമ്പോൾ പകുതി ഭാഗം വിതലം, പകുതി ഭാഗം അതലം, താഴത്തെയും മുകളിലത്തെയും, താഴത്തെ പകുതി മുകളിലത്തെ പകുതി, അങ്ങനെ 2 തുടകളുടെയും പകുതി ഭാഗം അതലം, ബാക്കി ഭാഗം വിതലം എന്നിങ്ങനെ 2 2 ജഘനം അരക്കെട്ട്,
ക്ഷോണീതലം ഭൂലോകം, അരക്കെട്ട് ഭൂലോകമാണെന്നും നാഭിഹി അംബരം, നാഭി ആകാശമെന്നും വക്ഷഃ മാറിടം ശക്രനിലയം ച സ്വർഗമാണെന്നും. അപ്പോൾ വക്ഷസ് മാറിടം ശക്രനിലയം എന്ന് പറയുമ്പോൾ സ്വർഗമാണെന്നും പറയുന്നു. അപ്പോൾ ഭഗവാനെ അങ്ങയുടെ 2 കാൽബണ്ണകൾ തലാതലമെന്നും 4 കാൽമുട്ടുകൾ സുതലമെന്നും 2 തുടകൾ അതലം വിതലം എന്നിങ്ങനെ 2ആണെന്നും അരക്കെട്ട് ഭൂലോകമാണെന്നും നാഭി ആകാശമെന്നും മാറിടം സ്വർഗമാണെന്നും പറയുന്നു. ഇനി 3-ാമത്തെ ശ്ലോകം. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. പദം മുറിച്ച് പറയാം. ഗ്രീവ മഹഃ തവ മഹസ്തവ മുഖം ച മുഖം ച ജനഃ തപഃ തു ജനസ്തപസ്തു ഫാലം ശിരഃ തവ ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗത് ആശ്രിതൈഃ അഭി അന്യൈഃ നിബദ്ധവപുഷേ ജഗദാശ്രിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. തവ ഗ്രീവ അങ്ങയുടെ കഴുത്ത് മഹഃ മഹർലോകവും മുഖം ജനഃ ച മുഖം ജനലോകവും ഫാലം തു നെറ്റിത്തടമാകട്ടെ തപഃ തപോലോകവും സമസ്തമയസ്യ സർവസ്വരൂപനായ തവ ശിരഃ അവിടുത്തെ ശിരസ് സത്യം സത്യലോകവും ആകുന്നു. സത്യലോകം ബ്രഹ്മലോകം. ഹേ ജഗന്മയതനോ ഭഗവൻ, ജഗന്മയമായ ശരീരത്തോടുകൂടിയ ഭഗവാനെ ഏവം ഇപ്രകാരം ജഗത് ആശ്രിതൈഹി അന്യൈഹി അഭി ഈ ജഗത്തിലുള്ള സർവ വസ്തുക്കളാലും ആശ്രയിക്കപ്പെട്ട നിബദ്ധവപുഷേ ശരീരത്തോടുകൂടിയ ഭഗവാനെ തേ നമഃ അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഭഗവാനെ അങ്ങയുടെ കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും നെറ്റിത്തടം തപോലോകവും അവിടുത്തെ ശിരസ് സത്യലോകവുമാകുന്നു. ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും അങ്ങയുടെ അവയവങ്ങളാണ്. അങ്ങനെ ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളാലും ആശ്രയിക്കപ്പെട്ട അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി 4-ാമത്തെ ശ്ലോകം. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസോ സവിതാ ച നേത്രേ. പദം മുറിച്ച് പറയാം. തത് ബ്രഹ്മരന്ധ്രപദം ഈശ്വര, തദ് ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാഃ തവ ഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ. ഹേ വിശ്വകന്ദ, പ്രപഞ്ചത്തിൻ്റെ കാരണവും നിയന്താവുമായ വിശ്വത്തെ നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനുമായ ഗുരുവായൂരപ്പ, ത്വത് അങ്ങയുടെ ബ്രഹ്മരന്ധ്രപദം സുഷുമ്നാഗ്രഭാഗം ഛന്ദാംസി വേദങ്ങളാകുന്നു. ഹേ കേശവ തവ കേശപാശാഃ ഭഗവാനെ അവിടുത്തെ തലമുടി ഘനാഃ മേഘങ്ങളാകുന്നു. കേശവൻ എന്ന് പറയുമ്പോൾ കേശിയെ വധിച്ചവൻ എന്നൊരർത്ഥം. കേശേതേ ജലത്തിൽ ശയിക്കുന്നവൻ കേശവൻ. ഇനി മനോഹരങ്ങളായ തലമുടിയുള്ളവൻ കേശവൻ. ഇനി കശ്ച അശ്ച ഈശശ്ച യസ്യ വശേ സഹ കേശവ. കഹ ബ്രഹ്മാവ്, അഹ വിഷ്ണു, ഈശഃ ശിവൻ. കശ്ച അശ്ച ഈശശ്ച ബ്രഹ്മാവ് വിഷ്ണു ശിവൻ. ഈ മൂവരും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഈ മൂവരും ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ കേശവൻ. ഉല്ലാസി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ചില്ലിയുഗളം പുരികക്കൊടികൾ
ദ്രുഹിണസ്യ ഗേഹം ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം. ഭഗവാന്റെ പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനമാണ്. പുരികക്കൊടികൾ എപ്പോഴാണോ ചലിക്കുന്നത് അപ്പോഴാണ് ജഗത്തിൻ്റെ സൃഷ്ടി സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷ്മാണി കൺപോളകൾ രാത്രി ദിവസവും രാത്രിയും പകലും. അപ്പോൾ ഭഗവാന്റെ കൺപോളകളാണ് രാത്രിയും പകലും. നേത്രേ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ സവിതാച്ച സൂര്യനുമാകുന്നു. അപ്പോൾ സൂര്യൻ ഭഗവാന്റെ കണ്ണുകളാകുന്നു. ഭഗവാന് അങ്ങയുടെ സുഷുമ്നാഗ്രഭാഗം വേദങ്ങളും അവിടുത്തെ കേശപാശങ്ങൾ മേഘങ്ങളും അതിമനോഹരമായ പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനവും കൺപോളകൾ രാപ്പകലുകളും കണ്ണുകൾ സൂര്യനുമാകുന്നു. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവത് സ്വരൂപമാകുന്നു. ഇനി 5-ാമത്തെ ശ്ലോകം. നിശേഷ വിശ്വരചനാച്ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വയുഗളം തവ നാസികേ ദ്വേ ലോഭത്രവേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാശമനശ്ച ദംഷ്ട്രാ. പദം മുറിച്ച് പറയാം. നിശേഷ വിശ്വരചന ച കടാക്ഷ മോക്ഷ കർണൗ ദിശഃ അശ്വയുഗളം തവ നാസികേ ദ്വേ ലോഭത്രവേ ച ഭഗവൻ അധര ഉത്തരോഷ്ടൗ അധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാഃ ശമനശ്ച ദംഷ്ട്രാ. ഹേ ഭഗവാനെ, തവ കടാക്ഷമോക്ഷ അങ്ങയുടെ ലീലാകടാക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നോട്ടം. നിശേഷ വിശ്വരചനാച്ച മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടി എന്ന ക്രിയയാകുന്നു, പ്രവൃത്തിയാകുന്നു. കർണൗ ദിശഃ ഭഗവാന്റെ ചെവികൾ ദിക്കുകളാകുന്നു. ദ്വേ നാസികേ 2 നാസാദ്വാരങ്ങൾ അശ്വയുഗളം അശ്വിനി ദേവന്മാരാണ്. അധര ഉത്തരോഷ്ടൗ മേലും കീഴുമുള്ള അധരങ്ങൾ ലോഭത്രപേ ച ലോഭവും ലജ്ജയും. ദശനാഹ പല്ലുകൾ താരാഗണാഹ നക്ഷത്രക്കൂട്ടവും ദംഷ്ട്ര ശമനഃ ഭഗവാന്റെ ദംഷ്ട്ര ശമനഃ ച യമനുമാകുന്നു. അപ്പോൾ ഭഗവാനെ അങ്ങയുടെ നോട്ടം മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടി എന്ന പ്രവൃത്തിയാകുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു നോട്ടം കൊണ്ടു തന്നെ എല്ലാം സൃഷ്ടിക്കുന്നു. ഭഗവാന്റെ കടാക്ഷമാണ് ഇവിടെയുള്ള സൃഷ്ടിക്രിയ. ഭഗവാന്റെ ചെവികളാണ് ദിക്കുകൾ. നാസാദ്വാരങ്ങൾ 2 അശ്വിനി ദേവന്മാരും മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും യഥാക്രമം ലോഭവും ലജ്ജയും. ലോഭം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും പോരാ എന്ന തോന്നൽ. ലജ്ജ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോഴുണ്ടാകുന്ന മനോഭാവം. ഇനി പല്ലുകൾ നക്ഷത്രക്കൂട്ടങ്ങളാണ്. ദംഷ്ട്ര ഭഗവാന്റെ ദംഷ്ട്ര യമനുമാകുന്നു. ഇനി 6-ാമത്തെ ശ്ലോകം. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയഃ സ്വരഗണാ മുഖരന്ധ്രമഗ്നിർദേവാ പൂജാസ്തനയുഗം തവ ധർമ്മദേവ. പദമുറിച്ച് പറയാം. മായ വിലാസഹസിതം ശ്വസിതം സമീരഃ ജിഹ്വാ ജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയഃ സ്വരഗണ മുഖരന്ധ്രം അഗ്നിഃ ദേവാ ഭുജാഃ സ്തനയുഗം തവ ധർമ്മദേവ. ഹേ ഈശ ഗുരുവായൂരപ്പ, തവ അങ്ങയുടെ വിലാസഹസിതം മനോഹരമായ പുഞ്ചിരി മായയാകുന്നു. ശ്വസിതം ശ്വാസോച്ഛ്വാസം സമീരഃ കാറ്റാകുന്നു. ഭഗവാന്റെ ജിഹ്വ നാവ് അത് ജലമാണ്. വചനം വാക്ക് ശകുന്തപംക്തി പക്ഷികളാണ്. ശകുന്തപംക്തി പംക്തി എന്ന് പറഞ്ഞാൽ നിര. ശകുന്തപംക്തി എന്ന് പറയുമ്പോൾ പറവകളുടെ നിര. സ്വരഗണാഹ ഭഗവാന്റെ സ്വരഗണങ്ങൾ ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്ന സ്വരങ്ങളുടെ കൂട്ടം അത് സിദ്ധാദികളാണ്. സിദ്ധാദികൾ എന്ന് പറയുമ്പോൾ സിദ്ധന്മാർ തുടങ്ങിയവർ.
എന്ന് പറയുമ്പോൾ സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ എന്നിവർ. മുഖരന്ധ്രം എന്ന് പറഞ്ഞാൽ വായ, അത് അഗ്നിയാണ്. ഭുജാഹ, ഭുജങ്ങൾ, ഭഗവാന്റെ കൈകൾ ദേവന്മാരാണ്. സ്തനയുഗം, ഭഗവാന്റെ സ്തനങ്ങൾ ധർമ്മദേവനുമാകുന്നു. അപ്പോൾ ഭഗവാന്റെ മനോഹരമായ പുഞ്ചിരി മായയാകുന്നു. കാറ്റ് ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമാണ്. ഭഗവാന്റെ നാവ് ജലമാണ്. ഭഗവാന്റെ വാക്ക് പക്ഷികളുടെ നിരയാണ്. ഭഗവാനിൽ നിന്നും പുറപ്പെടുന്ന സ്വരഗണങ്ങൾ അത് സിദ്ധാദികളാണ്. വായ അഗ്നിയാണ്. കൈകൾ ദേവന്മാരാണ്. ഭഗവാന്റെ സ്ഥലങ്ങൾ ധർമ്മദേവനാണ്. ഇനി 7ാമത്തെ ശ്ലോകം. പൃഷ്ടന്ധ്വധർമ്മ ഇഹ ദേവ മനഃ സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസോ വൃഷണൗ ച മിത്ര. പദമുറിച്ച് പറയാം. പൃഷ്ടം തു അധർമ്മ, പൃഷ്ടന്ധ്വധർമ്മ ഇഹ ദേവ മനഃ സുധാംശു അവ്യക്തം ഏവ, സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിഃ ഹൃദയ അംബുജം അംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭഃ പ്രജാപതിഃ അസൗ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ. ഹേ അംബുജാക്ഷ, താമരക്കണ്ണ, ഭഗവാനെ, തേ പൃഷ്ടം തു, അവിടുത്തെ പുറമാകട്ടെ, അധർമ്മ, അധർമ്മമാകുന്നു, ഇഹ, ഇവിടെ, മനഃ, മനസ്സ്, സുധാംശു, ചന്ദ്രനും. സുധ എന്ന് പറയുമ്പോൾ അമൃത്, അംശു കിരണം, അമൃത് പോലെയുള്ള കിരണങ്ങൾ വർഷിക്കുന്നവൻ ചന്ദ്രൻ. ഭഗവാന്റെ മനസ്സാണ് ചന്ദ്രൻ. ഹൃദയാംബുജം, ഹൃദയമാകുന്ന താമര. അവ്യക്തം ഏവ, അവ്യക്തം തന്നെ, ഏവ തന്നെ. ഭഗവാന്റെ ഹൃദയം അത് മായയാണ്, അഥവാ പ്രകൃതിയാണ്. പ്രളയത്തിൽ മായ അവ്യക്തമായിട്ടിരിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങൾ സാമ്യാവസ്ഥയെ പ്രാപിക്കുന്നു. കുക്ഷി എന്ന് പറയുമ്പോൾ വയറ്, അത് സമുദ്രങ്ങളുടെ കൂട്ടം. വസനം എന്ന് പറഞ്ഞാൽ വസ്ത്രം. വസനം തു, വസ്ത്രമാകട്ടെ, സന്ധ്യേ, സന്ധ്യകളും. സന്ധ്യകൾ എന്ന് പറയുമ്പോൾ പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, ഇങ്ങനെ 3 സന്ധ്യകളാണ്. ശേഭ, ഭഗവാന്റെ ലിംഗം, അത് പ്രജാപതിയാണ്. അസൗ വൃഷണൗ, വൃഷണങ്ങൾ രണ്ടും മിത്രദേവനാണ്. മിത്രൻ സൂര്യൻ, മിത്രൻ എന്ന ദേവത. അപ്പോൾ ഭഗവാന്റെ പുറം അധർമ്മവും, മനസ്സ് ചന്ദ്രനും, ഹൃദയാംബുജം അവ്യക്തവും, വയറ് സമുദ്രങ്ങളുടെ കൂട്ടവും, വസ്ത്രം സന്ധ്യകളും, ലിംഗം പ്രജാപതിയും, വൃഷണങ്ങൾ സൂര്യനുമാണ്. ഇനി 8ാമത്തെ ശ്ലോകം. ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹുചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ. പദമുറിച്ച് പറയാം. ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോഃ നഖാഃ തേ, പദയോർനഖാസ്തേ ഹസ്തി ഉഷ്ട്ര സൈന്ധവ മുഖ, ഹസ്ത്യുഷ്ട്രസൈന്ധവ മുഖ ഗമനം തു, ഗമനന്തു കാലഃ വിപ്ര ആദി, വിപ്രാദി വർണഭവനം വദന അബ്ജ ബാഹു ചാരു ഊരു യുഗ്മചരണം, വദനാബ്ജ ബാഹു ചാരൂരു യുഗ്മചരണം കരുണാംബുധേ തേ. തേ ശ്രോണിസ്ഥലം, അവിടുത്തെ അരക്കെട്ടിൻ്റെ പിൻഭാഗം, അത് മൃഗഗണാഹ, മൃഗങ്ങളുടെ കൂട്ടമാണ്. പദയോഹോ, കാലിൻ്റെ നഖാഹ, നഖങ്ങൾ, കാൽനഖങ്ങൾ. ഹസ്തി ഉഷ്ട്ര സൈന്ധവ മുഖാഹ, ആന, ഒട്ടകം, കുതിര മുതലായവയും. ഗമനം തു, സഞ്ചാരമാകട്ടെ, കാലഹ, കാലവും ആകുന്നു. ഹേ കരുണാംബുധേ, കരുണാസാഗരമായ കാരുണ്യസിന്ധുവായ ഭഗവാനെ, തേ, അങ്ങയുടെ വദന അബ്ജ ബാഹു ചാരു ഊരു യുഗ്മചരണം, മുഖവും കൈകളും മനോഹരമായ തുടകളും പാദങ്ങളും, യുഗ്മചരണം 2 കാലുകൾ. വിപ്ര ആദി,
വിപ്രാതി ബ്രാഹ്മണരെ മുതലായ വർണ്ണഭവനം, 4 വർണ്ണങ്ങളുടെയും ഭവനം എന്ന് പറഞ്ഞാൽ 4 വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വർണ്ണങ്ങളെയും ഭവനം എന്ന് പറയുമ്പോൾ ഉദ്ഭവസ്ഥാനം. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ യദ്വൈശ്യഃ പദ്ഭ്യാഗും ശൂദ്രോ അജായത. പുരുഷസൂക്തം. വിരാട് പുരുഷന്റെ മുഖമാണ് ബ്രാഹ്മണർ, ഭഗവാന്റെ കൈകളാണ് ക്ഷത്രിയർ, തുടകൾ വൈശ്യരാണ്, പാദങ്ങൾ ശൂദ്രരാണ്. ഭഗവാന്റെ അരക്കെട്ട് മൃഗങ്ങളാണ്. ആന, ഒട്ടകം, കുതിര മുതലായ മൃഗങ്ങളാണ് ഭഗവാന്റെ പാദനഖങ്ങൾ. അപ്പോൾ ഭഗവാന്റെ അരക്കെട്ട് മൃഗങ്ങളും ആന, ഒട്ടകം, കുതിര മുതലായ മൃഗങ്ങൾ ഭഗവാന്റെ പാദനഖങ്ങളുമാണ്. കാലം ഭഗവാന്റെ സഞ്ചാരമാണ്. ഭഗവാനെ അവിടുത്തെ മുഖവും കൈകളും തുടകളും പാദങ്ങളും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 വർണ്ണങ്ങളുടെ ഉത്ഭവസ്ഥാനവും ആകുന്നു. അപ്പോൾ എല്ലാ വർണ്ണങ്ങളും ഭഗവാന്റെ സ്വരൂപമാണ്. ഇനി 9ാമത്തെ ശ്ലോകം. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യസരിസമുദയസ്തരവശ്ചരോമ ജീയാദിദം വപുര നിർവചനീയമീശ. പദമുറിച്ച് പറയാം. സംസാരചക്രം അയി, സംസാരചക്രമയി, ചക്രധര, ക്രിയാസ്തേ വീര്യം മഹാസുരഗണഃ അസ്ഥികുലാനി ശൈലാഃ നാട്യഃ സരിത് സമുദയഃ തരവഃ ച സരിത്സമുദയസ്തരവശ്ച രോമ ജീയാദിദം വപുഃ അനിർവചനീയം ഈശ. വപുരനിർവചനീയമീശ. അയി ചക്രധര, ചക്രായുധനായ ഗുരുവായൂരപ്പ, തേ ക്രിയാഹ, അവിടുത്തെ പ്രവൃത്തികൾ, കർമ്മങ്ങൾ സംസാരചക്രമാണ്. വീര്യം, അവിടുത്തെ വീര്യം, മഹാസുരഗണ, അസുരക്കൂട്ടങ്ങളാണ്. അസ്ഥികുലാനി, അസ്ഥികൾ, ശൈലാഹ, പർവ്വതങ്ങളാണ്. നാഡ്യഃ, നാഡികൾ, സരിസമുദയഃ, പുഴകളാണ്. രോമഃ തരവഃ ച, വൃക്ഷങ്ങൾ ഭഗവാന്റെ രോമങ്ങളാണ്. ഹേ ഈശ, ഭഗവാനെ, അനിർവചനീയം, നിർവചിക്കാൻ സാധിക്കാത്ത, തവ ഇദം വപുഃ, അങ്ങയുടെ ഈ ശരീരം, ജീയാത്, ജയിക്കട്ടെ. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ട് കാണാൻ സാധിക്കണം എന്ന് ഇവിടെ പറയുകയാണ്. സംസാരചക്രം ഭഗവാന്റെ കർമ്മങ്ങളാണ്. പർവ്വതങ്ങൾ ഭഗവാന്റെ അസ്ഥികളാണ്. ഭഗവാന്റെ നാഡികളാണ് നദികൾ. മരങ്ങൾ ഭഗവാന്റെ രോമങ്ങളാണ്. അസുരക്കൂട്ടങ്ങൾ ഭഗവാന്റെ വീര്യമാണ്. എന്ന് പറയുമ്പോൾ അസുരന്മാരുടെ പരാക്രമം ഭഗവാന്റെ വീര്യമാണ്. അങ്ങനെ അനിർവചനീയമായ ഭഗവാന്റെ വിശ്വരൂപം വിജയിക്കട്ടെ എന്ന് മേൽപ്പത്തൂർ പറയാണ്. ഇനി 10ാമത്തെ ശ്ലോകം. ഈദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. പദമുറിച്ച് പറയാം. ഈദൃക് ജഗന്മയ വപുഹു തവ, ഈദൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹുഹു തസ്യ അന്തരാത്മവപുഷേ വിമല ആത്മനെ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധി രോഗാൻ. ഈദൃക്, ഇപ്രകാരമുള്ള, തവ, അങ്ങയുടെ, ജഗന്മയ വപുഹു, ജഗന്മയമായ വപു, വിശ്വസ്വരൂപമായ ശരീരം, കർമ്മഭാജാം, കർമ്മത്തെ ആശ്രയിക്കുന്നവരെ, എന്ത് കർമ്മം ചെയ്യുമ്പോഴും
കർമാവസാന സമയേ കർമാനുഷ്ഠാനത്തിൻ്റെ അവസാനത്തിൽ സ്മരണീയം സ്മരിക്കേണ്ടതാണ്, ധ്യാനിക്കേണ്ടതാണ് എന്ന് ആഹുഹു അറിവുള്ളവർ പറയുന്നു. ഹേ പാതാലയാധിപ ഗുരുവായൂരപ്പ, തസ്യ എന്ന് പറഞ്ഞാൽ ആ വിരാട് സ്വരൂപത്തിൻ്റെ അന്തരാത്മവപുഷേ അന്തര്യാമിയായിട്ടിരിക്കുന്ന വിമലാത്മനെ നിർമ്മല സ്വരൂപനായ തേ നമഃ അസ്തു അങ്ങേക്ക് നമസ്കാരം. രോഗാൻ നിരുന്ധി മേ രോഗാൻ നിരുന്ധി എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ. ഇങ്ങനെ വിരാട് സ്വരൂപനായ ഗുരുവായൂരപ്പ ഏത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മങ്ങളുടെ അവസാനത്തിൽ ഈ വിരാട് സ്വരൂപത്തെ സ്മരിക്കണം എന്ന് അറിവുള്ളവർ പറയുന്നു. ഈ പ്രകൃതി ഭഗവാനാണ്. പ്രകൃതി പൂജ ഭഗവത് പൂജയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. അപ്പോൾ സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. 6ാമത്തെ ദശകം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഈ ദശകം ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.